ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം ഫിഷ് ഹാർബറിലാണ് വന്നത്. അത് മാർക്കറ്റും ആണെന്നാണ് തോന്നുന്നത്. ശരിക്കും ഞങ്ങൾ വിചാരിച്ചിരിക്കാതെ ഒരു യാത്രയായിരുന്നു. അപ്പോൾ അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കൊണ്ടിടുന്ന സ്ഥലത്ത് തന്നെ ഒതുക്കി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇറങ്ങി കുറച്ച് ദൂരം നടക്കണം. നടന്ന് കഴിയുമ്പോഴത്തേക്കാണ് സൈഡിലെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഏത് സമയത്ത് വന്നാലും ബോട്ടും ഫിഷും എല്ലാം ഉണ്ടാവും കേട്ടോ. ബോട്ടുണ്ടാവും എന്ന് വെച്ചാൽ സമുദ്രത്തിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വരുന്ന ബോട്ടുകളുണ്ടാവും, പിന്നെ ഫിഷും ഉണ്ടാവും വാങ്ങാനായിട്ട്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകുന്ന വഴിവെക്കിലെല്ലാം തന്നെ രണ്ടു വശത്തും സ്ത്രീകളിങ്ങനെ ഉണക്കമീനും അല്ലാത്ത അവിടുന്ന് കടലിൽ നിന്ന് പിടിക്കുന്ന മീനും വെച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പോകുമ്പം അങ്ങനെ വഴിവെക്കിൽ നിന്ന് വാങ്ങാറില്ല. അവിടെ സമുദ്രത്തിൻ്റെ അവിടെ പോയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ലേലം പിടിക്കുക എന്ന് പറയും. അപ്പോൾ അത് 2-3 പേരായിട്ട് പോയിട്ട് ലേലം പിടിച്ച് വാങ്ങുന്നതാവും ലാഭം. അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാനും മോനും കൂടെ ഒരു അറ്റംപ്റ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇവിടെ വിഴിഞ്ഞത്ത് മീൻ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. വലിയതുറ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇവിടെ വിഴിഞ്ഞത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അയല വാങ്ങിയിട്ടുണ്ട്. ലേലം പിടിച്ചതിൻ്റെ കൂടെയാണ്. 3-4 പേര് ഒരുമിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഇനി ബാക്കി മീനുകൾ വാങ്ങാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് വിഴിഞ്ഞത്തെ ഫിഷ് ഹാർബറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ കാഴ്ചകൾ കാണൂ. ഇങ്ങനെ പലതരം ബോട്ടുകൾ കാണുന്നുണ്ടാവും നിങ്ങൾ. ബോട്ടുകളെല്ലാം ഇങ്ങനെ ഫിഷുമായിട്ട് വന്നിരിക്കുവാണ്. എല്ലാവരും ഇപ്പോൾ അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഓരോരോ ബോട്ടിലും ഓരോരോ ഫിഷാണ്. ഒന്നിൽ ഞങ്ങൾ കണവ കണ്ടു, വേറൊന്നിൽ അയലയാണ് കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത്. പിന്നെ നെത്തോലി എന്ന് പറഞ്ഞിട്ട് ഒരു നെത്തോലിയുടെ ഒരു വെളുത്ത സാധനം കൊണ്ടുപോകുന്നുണ്ട്. വെളുത്ത നെത്തോലി, കറുത്തതല്ല, വെളുത്ത നെത്തോലി കൊണ്ടുപോകുന്നുണ്ട് ധാരാളം. ഈ 3 മീനുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടത് ഇവിടെ. അപ്പോൾ അങ്ങനെ അപ്പോഴായിട്ടൊരു 5 മിനിറ്റിലൊരിക്കൽ ഓരോരോ ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ശംഖുമുഖത്ത് കടപ്പുറത്താണെങ്കിൽ ഇങ്ങനെ വരത്തില്ല കേട്ടോ. ഇവിടെ ധാരാളം മീനുകളുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് വിഴിഞ്ഞം കടപ്പുറത്തുള്ള മത്സ്യ കാഴ്ചകൾ.
ഫുഡാണോ? അത് കറുത്ത സ്വാനല്ലേ? സ്വാനല്ല, ഈ ക്രെയിൻ പോലത്തെ സംഭവം തന്നെ, കുളക്കോഴി എന്ന് പറയും. എന്ത് മീനായിട്ട്? കിളിമീൻ പോലത്തെ. അത്രയും കിളിമീനാട്ടോ. അല്ല, ഓരോന്ന് വരണ അനുസരിച്ചിട്ട് വേറൊന്ന് വരാൻ തുടങ്ങി. ഇതേ വരാൻ ആരെടുത്താ? അയ്യോ, നല്ല രസമുണ്ട് ഇവിടെ കണ്ടോണ്ടിരിക്കാൻ. വോയിസ് ഇൻക്രീസ് ചെയ്യണേ. കാറ്റ് ആർക്കും ഗ്യാസ് ബോട്ട് ഒരു കൂട്ടം പോയാലും വേറെ കൂട്ടം
ഇതിൽ ഏറ്റവും കൂടുതൽ കണവ തന്നെയായിരുന്നു ഇന്ന്. പിന്നെ അയല, പിന്നത്തെ കിളിമീനും കൊഴിയാള എന്നൊക്കെ പറയുന്ന സാധനം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നെത്തോലി ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനത്തെയൊക്കെ മീനുകളായിരുന്നു. കൂടുതലും കണവ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുട്ട കണവയ്ക്ക് 17,000 രൂപ 15,000 രൂപ ഒക്കെയാണ് അവർ വിലയിട്ടെടുത്തത് ആൾക്കാർ. ഹോട്ടലുകാരായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെയാണ്. കണ്ടില്ലേ, നിറയെ കണവയാണ്. പക്ഷെ ഇതെല്ലാം ഐസിട്ടിട്ടാണ് അവർ കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫിഷെല്ലാം വാങ്ങി നമ്മൾ മടങ്ങുകയായി. അപ്പോൾ ശ്രീകൃഷ്ണ പന്നിന്തുകളാണ് കേട്ടോ. ഒരുപാട് മീനെ വറക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൂടെ, മീൻകൊട്ടകളുടെ മുകളിലൂടെ. ഒരു കൊട്ട എന്താണ് കണവ മീനിന് 14,000 രൂപ 17,000 രൂപയാണ് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫിഷ് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ മീൻകാരി വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീയായിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു 3 ഐറ്റം മീനാണ് മേടിച്ചത്. അയല, നെത്തോലി എന്ന് പറഞ്ഞ മീൻ, പിന്നെ എന്തായിരുന്നു കിളിമീൻ എന്ന് പറയുന്ന മീൻ. ഇതൊക്കെയാണ് അവിടെ ധാരാളം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മേടിച്ചു. പിന്നെ കണവ മേടിച്ചില്ല, അത് അങ്ങനെ കഴിക്കാൻ പാടില്ല മോനൊന്നും, അതുകൊണ്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ മീൻ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് അവൻ്റെ കയ്യിലൊരു ബക്കറ്റ് ഇരിപ്പുണ്ട്. കാണിക്കില്ലേ ബക്കറ്റൊന്നും? അപ്പം മീൻ പർച്ചേസ് എല്ലാം കഴിഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ബക്കറ്റ് കൊണ്ടുവന്നു വാങ്ങാനായിട്ട്. ഒരു കരുവാട് പാക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കരുവാട് ചോദിച്ചു, അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കണം നമുക്ക്. ഒരു 5 മിനിറ്റിൽ ഒരിക്കൽ ഇങ്ങനെ ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നിറച്ചും ഫിഷുമായിട്ടാണ് വരുന്നത്. ഞാൻ നോൺ വെജ് കഴിക്കാറില്ല ഇപ്പോൾ കുറേ വർഷങ്ങളായി. പക്ഷെ എന്നാലും കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പം അവർ ടാബ്ലറ്റ്സ് 5,000 എല്ലാം കഴിക്കാൻ പറയുമ്പോൾ അവർ പറയാറുണ്ട് ചെറു മത്സ്യങ്ങൾ കഴിക്കണം എന്നൊക്കെ. അപ്പോൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതൽ വിവരമില്ല. അപ്പം മിനിമം എന്തായിരുന്നാലും കഴിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണമല്ലോ. പിന്നെ അവർക്ക് വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ മതിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫിഷ്, അതായത് എന്താ പറയുക, എന്തോന്നോ തിന്നാൽ നടുവിൽ തിന്നണം എന്ന് പറയത്തില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നടുവിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഫിഷ് പിടിച്ചുകൊണ്ട് വന്ന ഉടൻ തന്നെ നമുക്ക് ലേലം ചെയ്തെല്ലാം വാങ്ങാം. പിന്നെ അതല്ലാണ്ട് ലേലം ചെയ്യുന്നവരിൽ നിന്നും വാങ്ങാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ. അപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ കുറച്ച് അയലയും നെത്തോലിയും പിന്നെ എന്തോന്നായിരുന്നു മറന്നുപോയി കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാത്തിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. കിളിമീനാണോ എന്തോ ഒരു സാധനം, അങ്ങനത്തെ ഒരു സാധനവും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും കിട്ടും. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു ഇവിടെ. എൻ്റെ ഹസ്ബൻഡ് ആസ് യൂഷ്വൽ ബ്ലഡ് ചെക്കപ്പ് 3 മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് പോലെ പോയിരിക്കുവാണ്. അപ്പോൾ പുള്ളി വരുന്നതിനുള്ളിൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ടാണ് കറങ്ങാനായിട്ട് വന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, പുള്ളി അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതുപോലെ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ പുള്ളി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വണ്ടിയുമായി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മതിയാക്കി. പക്ഷെ നല്ല രസമാട്ടോ അവിടെ കണ്ടുകൊണ്ട് നിൽക്കാൻ. സമയം പോണത് നമ്മൾ അറിയത്തേയില്ല. എന്തുമാത്രം ജനങ്ങളാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ അതാണ് കണ്ടോ.
ഇവിടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയാണ്, മത്സ്യം പിടിക്കാൻ പോകുന്ന ഒരാളാണ്, ഫിഷർമാനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാം. എന്താണ് പേര്? ശബരിയാർ. ആ, എത്ര വർഷമായി ശബരിയാർ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി? 30 വർഷമായി അല്ലേ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് കൂടുതൽ മീൻ കിട്ടുന്നത്, അങ്ങനെ വല്ലതും ഉണ്ടോ? എങ്ങനെയാണ് നമ്മൾ പോയി മീൻ കിട്ടാറുള്ള സമയമാകുമ്പോൾ മീൻ തന്നെ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. അതെയോ? ആ സ്ഥലങ്ങളിലേക്ക് അല്ലേ? ആ, എത്ര മണിക്ക് രാവിലെ? എല്ലാ ദിവസവും? 3 മണിയാകുമ്പം പോകും, ചിലപ്പോൾ 2:30 ആകുമ്പം പോകും, 2 മണിക്ക് പോകും രാത്രിയിലല്ലേ? ആ, അപ്പോൾ എത്ര മണി മുതൽ കരയ്ക്ക് മീൻ വരുമായിരിക്കും, കൊണ്ടുവരും നിങ്ങൾ? അത് പറയാൻ പറ്റും, കിട്ടുന്നതനുസരിച്ചാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫുൾ ടൈം ഞാൻ എപ്പോൾ വരുമ്പോഴും ഇവിടെ വിഴിഞ്ഞം ഫിഷ് ഹാർബറിൽ എപ്പോഴും മീനുണ്ടായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുമ്പോഴും ഉണ്ടാവും. ഒരു 5 മണിക്കുള്ളിൽ വരെ വരുമ്പോൾ ഈ വെള്ളം ബോട്ട് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എപ്പോഴും ഉണ്ടാവും അല്ലേ ഇവിടെ? ഞായറാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസം എപ്പോഴും ഉണ്ടാവും. അതാണ് ഞാൻ വലിയ തുറയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല. ഈ സമയത്ത് വലിയ തുറയുള്ള വള്ളങ്ങളെല്ലാം ഇവിടെയാണ് പറഞ്ഞത്, ഇവിടെയാണ് പിടിക്കുന്നത്. അവിടെ ഒരു പ്രത്യേക സമയത്ത് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ വലിയ തുറയിൽ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 24 മണിക്കൂറും ഉണ്ട്. ശരി. അപ്പോൾ പിന്നെ നിങ്ങൾ അടുത്താണോ താമസം എല്ലാവരും? ഇവിടെ തന്നെ താമസം, തൊട്ടടുത്ത് തന്നെയാണ് താമസം അല്ലേ? ഓക്കെ. നിങ്ങളെ ശരിക്കും എന്താ പറയാ, കടലമ്മ അനുഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ നിങ്ങൾ? ജീവനെ പണയം വെച്ചുകൊണ്ടാണ് പോകുന്നത് നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് അല്ലേ? തന്നെ പിന്നെ ഭാര്യന് ഭർത്താവുമാവും, മക്കളിന് അച്ഛനും ആവും. ജീവന് പണയം വെച്ചുകൊണ്ട് പോകുന്ന തൊഴിലാണ് അല്ലേ? ഫാമിലിയൊക്കെ എല്ലാവരും ഉണ്ട്, വീട്ടിലുണ്ട്. കുട്ടികളൊക്കെ? എത്ര കുട്ടികളാണ്? 3 പേരുണ്ട്, 2 ആണും 1 പെണ്ണും. സ്കൂളിൽ പഠിക്കുന്നോ? ഇപ്പോൾ സ്കൂളിൽ പഠിക്കണം. 2 പേര് പഠിച്ചുകൊണ്ടിരിക്കണം. ഒരുത്തെ പള്ളിയിലെ ഫാദറായിട്ട് പഠിക്കണം. ശരി. ഒരു മോനെ ദുബൈയിൽ നിൽക്കണം. ഓക്കെ. ഞാൻ അവിടെ നിൽക്കുമ്പോഴെല്ലാം ആരെങ്കിലും ഒരാൾ ഇതിന് പോകുന്ന ആൾക്കാരുമായിട്ട് ഒന്ന് സംസാരിക്കണം, അവരുടെ വിവരങ്ങളെല്ലാം ക്ലിയറായിട്ട് അറിയണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ സംസാരിക്കാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ. പിന്നെ നിങ്ങളപ്പോൾ രാവിലെ പോകുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ ആയിട്ടാണോ പോകുന്നത്? ചിലവർ കൊണ്ടുപോകും, കഞ്ഞി കൊണ്ടുപോകും, ചിലവർ ഇല്ലാതെ പോകും. ഈ കാറ്റും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മേഘം മൂടിയൊക്കെ ക്ലൗഡി ആകാശം ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? പോകാൻ പറ്റുന്ന കാറ്റിന് ഞങ്ങൾ പോകും, പറ്റാത്ത കാറ്റിന് പോകില്ല. അല്ലാത്തപ്പോൾ പോകില്ല. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടാണോ പോകാത്ത, അതോ നിങ്ങൾക്കറിയാമോ പോകാൻ പാടില്ല എന്നുള്ള കാര്യം? അവിടെ പറയും, ഫിഷറീസ് ഓഫീസ് ഉണ്ട്, അവിടുന്ന് അറിയിക്കും, മുന്നറിയിപ്പ് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകില്ല. പിന്നെ ഈ ഫിഷ് കിട്ടുന്നത് ഇന്ന സീസണിൽ ഇന്ന ഫിഷ് ഉണ്ടോ? ഇപ്പൊ ഞാൻ കാണുമ്പോൾ അവിടെ കണ്ടത് ഏറ്റവും കൂടുതൽ അയല, പിന്നെ ഇതില്ലേ എന്താണ് കണവ എന്ന് പറയണ, കണവ, കൊഴിയാള, അങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സീസൺ ഫിഷസ് ഉണ്ടോ ഇങ്ങനെ കിട്ടുന്നത്? അത് ശരി. ഇപ്പൊ കിട്ടുന്നതെല്ലാം ഇതാണ്. ഇത് ഞണ്ടൊക്കെ കിട്ടുന്ന സമയം അതിപ്പോഴൊന്നും കിട്ടൂല. ഞണ്ട് ഇപ്പോഴും അപൂർവമായിട്ട് തന്നെ കിട്ടുള്ളൂ അല്ലേ? ഞണ്ടിന്റെ സീസണൊക്കെ എപ്പോഴാണ്? അത് 2-3 മാസം കഴിയണം. വൃശ്ചിക മാസത്തിലൊക്കെയാണ് അല്ലേ? വൃശ്ചിക മാസം ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഞണ്ടൊക്കെ വരുന്നത്. ഓക്കെ. ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നു, ചില സീസണിലാണ് ചില മീനുകളെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം കണ്ടപ്പോൾ അതാണ്. അപ്പോൾ ശരി എന്നാൽ ശബരിയുടെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ശരി എന്നാൽ ഓക്കെ, ബൈ. അപ്പോൾ അങ്ങനെ നമ്മൾ മീനെല്ലാം വാങ്ങി. മീൻ എവിടെ വെച്ചിരിക്കുന്നു? മീനെല്ലാം വാങ്ങി നമ്മൾ യാത്രയായി വീട്ടിലേക്ക്. വണ്ടിയിൽ അപ്പം നല്ലൊരു വിഴിഞ്ഞം യാത്രയായിരുന്നു.
അടുത്ത് നമ്മൾ ആഹാരം കഴിക്കുന്ന പരിപാടിയാണ്. ഇവിടെയാണ് കയറിയത് നമ്മൾ. എന്നിട്ടൊന്നും അറിയാത്ത പോലെ നമ്മൾ നൈസായിട്ട് തിരിച്ചു മടങ്ങി പോവുകയും ചെയ്തു. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ പറയുന്നില്ല. കാരണം ഞാൻ വാങ്ങിയ ഫിഷ് കാണണ്ടേ എല്ലാവർക്കും. അപ്പോൾ അത് കാണിക്കാത്തത് എന്തെന്നാൽ കാറിനുള്ളിൽ സ്മെല്ല് വരും. ബക്കറ്റിനുള്ളിൽ ഞാൻ ക്ലോസ് ചെയ്തിട്ട് കൊണ്ടുവന്നു. വീട്ടിൽ പോയിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. കാരണം പ്രത്യേകം കവർ കൊണ്ടുപോയി അതിനുള്ളിലാക്കി ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി അത് ഉണ്ടാക്കാൻ സമയത്തിന് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ ഫിഷുകൾ. കണ്ടു. അപ്പോൾ അത് കാറിനുള്ളിൽ എല്ലാം കൂടെ അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ല് വരും. അപ്പോൾ അതെനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കവർ കൊണ്ടുപോയിട്ട് അതിനകത്താക്കി ക്ലോസ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്നിട്ട് ടൈമിന് മാത്രം അതെടുത്ത് ഉണ്ടാക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.